ഓഗസ്റ്റ് 2025 ന്യായാധിപന്മാരുടെ പുസ്തകം അധ്യായം 18 ചോദ്യോത്തരങ്ങൾ ഭാഗം 2. ചോദ്യം 1. പടിവാതിൽക്കൽ നിന്ന ദാൻകാരുടെ സവിശേഷത എന്തായിരുന്നു? ഉത്തരം: പടക്കോപ്പുകൾ അണിഞ്ഞ. ചോദ്യം 2. ആര് കടന്നു ചെന്നാണ് കൊത്തുവിഗ്രഹവും എഫോദും കുലവിഗ്രഹങ്ങളും വാർപ്പ് വിഗ്രഹവും എടുത്തത്? ഉത്തരം: ചാരവൃത്തി നടത്താൻ പോയിരുന്ന ആ 5 പേർ. ചോദ്യം 33. ചാരവൃത്തി നടത്താൻ പോയിരുന്ന ആ 5 പേർ കടന്നു ചെന്ന് എടുത്തത് എന്തെല്ലാം? ഉത്തരം: കൊത്തുവിഗ്രഹവും എഫോദും കുലവിഗ്രഹങ്ങളും വാർപ്പ് വിഗ്രഹവും. ചോദ്യം 4. ചാരവൃത്തി നടത്താൻ പോയിരുന്ന ആ 5 പേർ കടന്നു ചെന്ന് എടുത്തവയിൽ മൂന്നാമതായി പറയുന്നത് എന്ത്? ഉത്തരം: കുലവിഗ്രഹങ്ങളും. ചോദ്യം 5. ചാരവൃത്തി നടത്താൻ പോയിരുന്ന ആ 5 പേർ കടന്നു ചെന്ന് കൊത്തുവിഗ്രഹം എടുത്തപ്പോൾ പുരോഹിതൻ എവിടെ നിൽക്കുകയായിരുന്നു? ഉത്തരം: പടിവാതിൽക്കൽ. ചോദ്യം 6. 5 പേർ കടന്നു ചെന്ന് കൊത്തുവിഗ്രഹം എടുത്തപ്പോൾ പുരോഹിതൻ ആരോടൊപ്പം നിൽക്കുകയായിരുന്നു? ഉത്തരം: ആയുധധാരികളായ 600 പേരോടൊപ്പം. ചോദ്യം 7. 5 പേർ കടന്നു ചെന്ന് കൊത്തുവിഗ്രഹം എടുത്തപ്പോൾ പുരോഹിതൻ ചോദിച്ചത് എന്ത്? ഉത്തരം: നിങ്ങൾ എന്താണീ ചെയ്യുന്നത്? 8. 5 പേർ കടന്നു ചെന്ന് കൊത്തുവിഗ്രഹം എടുത്തപ്പോൾ പുരോഹിതൻ ചോദിച്ചതിന് അവർ ആദ്യം നൽകിയ മറുപടി എന്ത്? ഉത്തരം: മിണ്ടരുത്. ചോദ്യം 9. തങ്ങൾക്ക് എന്തായിരിക്കുക എന്നാണ് അവർ ആ പുരോഹിതനോട് പറഞ്ഞത്? ഉത്തരം: പിതാവും പുരോഹിതനുമാവുക. ചോദ്യം 10. ഏതാണ് നിനക്ക് നല്ലത് എന്ന് പറഞ്ഞ് പുരോഹിതനോട് ചോദിക്കുന്ന ചോദ്യം എന്ത്? ഉത്തരം: ഒരുവന്റെ വീടിന് മാത്രം പുരോഹിതനായിരിക്കുന്നതോ ഇസ്രായേലിൽ ഒരു ഗോത്രത്തിനും വംശത്തിനും പുരോഹിതനായിരിക്കുന്നതോ? ചോദ്യം 11. ഞങ്ങൾക്ക് പിതാവും പുരോഹിതനുമായിരിക്കുക എന്നവർ പറഞ്ഞപ്പോൾ പുരോഹിതന്റെ മനോഭാവം എന്തായിരുന്നു? ഉത്തരം: ഹൃദയം സന്തുഷ്ടമായി. ചോദ്യം 12. എന്തെല്ലാം എടുത്തുകൊണ്ടാണ് പുരോഹിതൻ ദാൻ ഗോത്രക്കാരോട് കൂടെ പോയത്? ഉത്തരം: എഫോദും കുലവിഗ്രഹങ്ങളും കൊത്തുവിഗ്രഹവും. ചോദ്യം 13. മിക്കായുടെ ഭവനത്തിൽ നിന്ന് തിരിഞ്ഞ് ദാൻ ഗോത്രക്കാർ എന്തിനെയെല്ലാം മുൻപിൽ നിർത്തിയാണ് യാത്രയായത്? ഉത്തരം: കുട്ടികളെയും കന്നുകാലികളെയും. ചോദ്യം 14. മിക്കായുടെ ഭവനത്തിൽ നിന്ന് തിരിഞ്ഞ ദാൻ ഗോത്രക്കാർ കുട്ടികളെയും കന്നുകാലികളെയും എന്തിനോടൊപ്പം നിർത്തിയാണ് യാത്രയായത്? ഉത്തരം: വസ്തുവകകളോടൊപ്പം. ചോദ്യം 15. ദാൻ ഗോത്രക്കാർ കുറെ ദൂരം ചെന്നപ്പോൾ മിക്ക ഒന്നിച്ചു കൂട്ടിയത് ആരെ? ഉത്തരം: അയൽവാസികളെ. ചോദ്യം 16. അയൽവാസികളെ ഒരുമിച്ച് കൂട്ടിയ മിക്ക ആരെ പിന്തുടർന്നാണ് അവരുടെ മുൻപിൽ കയറിയത്? ഉത്തരം: ദാൻകാരുടെ. ചോദ്യം 17. മിക്ക ദാൻകാരുടെ നേരെ തിരിഞ്ഞ് എന്ത് ചെയ്തപ്പോഴാണ് അവർ തിരിഞ്ഞ് മിക്കായോട് ചോദിക്കുന്നത്? ഉത്തരം: അട്ടഹസിച്ചപ്പോൾ. ചോദ്യം 18. തങ്ങളുടെ നേരെ അട്ടഹസിച്ച മിക്കായോട് ദാൻകാർ ചോദിക്കുന്നത് എന്ത്? ഉത്തരം: ഈ ആളുകളെയും കൂട്ടി വരാൻ നിനക്കെന്തു പറ്റി? ചോദ്യം 19. നിങ്ങൾ എന്ത് കൈവശമാക്കി എന്നാണ് മിക്ക ദാൻകാരോട് പറയുന്നത്? ഉത്തരം: ഞാൻ ഉണ്ടാക്കിയ ദേവന്മാരെ. ചോദ്യം 20. ആരെയും കൊണ്ടുപോകുന്നു എന്നാണ് മിക്ക ദാൻകാരോട് പറയുന്നത്? ഉത്തരം: എന്റെ പുരോഹിതനെയും. ചോദ്യം 21. മിക്ക ദാൻകാരോട് ചോദിക്കുന്ന 2 ചോദ്യങ്ങൾ എന്തെല്ലാം? ഉത്തരം: എന്താണ് എനിക്കിനി ശേഷിച്ചിരിക്കുന്നത്? എന്നിട്ടും എനിക്ക് എന്തു പറ്റിയെന്ന് നിങ്ങൾ ചോദിക്കുന്നു? ചോദ്യം 22. മിക്കായുടെ ചോദ്യത്തിന് ദാൻകാർ അവനോട് പറയുന്ന ആദ്യ മറുപടി എന്ത്? ഉത്തരം: മിണ്ടാതിരിക്കുക. ചോദ്യം 23. ആര് നിന്റെ മേൽ ചാടി വീണേക്കാം എന്നാണ് ദാൻകാർ മിക്കായോട് പറയുന്നത്? ഉത്തരം: വല്ലവരും. ചോദ്യം 24. വല്ലവരും കോപിച്ച് നിന്റെ മേൽ ചാടി വീണ് ആരെയെല്ലാം കൊന്നുകളഞ്ഞെന്ന് വരാം എന്നാണ് ദാൻകാർ മിക്കായോട് പറയുന്നത്? ഉത്തരം: നിന്നെയും കുടുംബത്തെയും. ചോദ്യം 25. അവരുടെ വഴിക്ക് പോയത് ആര്? ഉത്തരം: ദാൻകാർ. ചോദ്യം 26. ദാൻകാർ എപ്രകാരമുള്ളവരാണെന്ന് കണ്ടാണ് മിക്ക വീട്ടിലേക്ക് പോയത്? ഉത്തരം: തനിക്ക് ചെറുക്കാനാവാത്ത വിധം ശക്തരാണവർ. ചോദ്യം 27. എന്തിനോടൊപ്പമാണ് ദാൻകാർ മിക്കായുടെ പുരോഹിതനെയും കൊണ്ടുപോയത്? ഉത്തരം: മിക്ക ഉണ്ടാക്കിയ വസ്തുക്കളോടൊപ്പം.
ചോദ്യം 28. മിക്കായുടെ പുരോഹിതനെയും കൂട്ടിക്കൊണ്ട് എവിടെയുള്ള ജനങ്ങളുടെ അടുത്താണ് ദാൻകാർ എത്തിയത്? ഉത്തരം ലായിഷിലെ. ചോദ്യം 29. 27-ാം വാക്യത്തിൽ ലായിഷിലെ ജനങ്ങൾക്ക് നൽകുന്ന വിശേഷണങ്ങൾ എന്തെല്ലാം? ഉത്തരം ശങ്കയില്ലാത്തവരും ശാന്തരുമായി ജീവിച്ചിരുന്ന. ചോദ്യം 30. ലായിഷിലെത്തിയ ദാൻ ഗോത്രക്കാർ അവിടുത്തെ ജനങ്ങളോട് ചെയ്തത് എന്തെല്ലാം? ഉത്തരം അവരെ വാളിനിരയാക്കി പട്ടണം തീവച്ച് നശിപ്പിച്ചു. ചോദ്യം 31. ലായിഷിലെ ജനങ്ങളെ രക്ഷിക്കാൻ ആരും ഉണ്ടായിരുന്നില്ല എന്നതിന് പറയുന്ന കാരണമെന്ത്? ഉത്തരം അവർ സീദോനിൽ നിന്ന് വളരെ അകലെയായിരുന്നു. ചോദ്യം 32. ലായിഷ് സ്ഥിതി ചെയ്തിരുന്നത് എവിടെ? ഉത്തരം ബത്ലഹേമിലുള്ള താഴ്വരയിലായിരുന്നു ലായിഷ്. ചോദ്യം 33. ദാൻകാർ ലായിഷിൽ താമസമാക്കിയത് എപ്രകാരം? ഉത്തരം ആ പട്ടണം പുതുക്കിപ്പണിത്. ചോദ്യം 34. 29-ാം അധ്യായത്തിൽ ഇസ്രായേലിന്റെ മകൻ എന്ന് വിശേഷിപ്പിക്കുന്നത് ആരെ? ഉത്തരം ദാൻ. ചോദ്യം 35. ലായിഷിന് നൽകപ്പെട്ട പുതിയ പേര് എന്ത്? ഉത്തരം ദാൻ. ചോദ്യം 36. ലായിഷിൽ ദാൻകാർ തങ്ങൾക്കായി സ്ഥാപിച്ചത് എന്ത്? ഉത്തരം കൊത്തുവിഗ്രഹം. ചോദ്യം 37. മോശയുടെ പുത്രൻ ആര്? ഉത്തരം ഗർഷോം. ചോദ്യം 38. ഗർഷോമിന്റെ പുത്രൻ ആര്? ഉത്തരം ജോനാഥൻ. ചോദ്യം 39. ദാൻ ഗോത്രത്തിന്റെ പുരോഹിതന്മാരായിരുന്നത് ആര്? ഉത്തരം ജോനാഥനും പുത്രന്മാരും. ചോദ്യം 40. എത്ര കാലം വരെയാണ് ജോനാഥനും പുത്രന്മാരും ദാൻ ഗോത്രത്തിന്റെ പുരോഹിതന്മാരായിരുന്നത്? ഉത്തരം പ്രവാസകാലം വരെ. ചോദ്യം 41. അക്കാലത്ത് ദൈവത്തിന്റെ ആലയം എവിടെയായിരുന്നു? ഉത്തരം ഷീലോയിൽ. ചോദ്യം 42. ദൈവത്തിന്റെ ആലയം ഷീലോയിലായിരുന്നിടത്തോളം കാലം ദാൻകാർ പ്രതിഷ്ഠിച്ചത് എന്ത്? ഉത്തരം മിക്ക ഉണ്ടാക്കിയ കൊത്തുവിഗ്രഹം. ചോദ്യം 43. ന്യായാധിപന്മാരുടെ പുസ്തകം 18-ാം അധ്യായത്തിൽ എത്ര വാക്യങ്ങളുണ്ട്? ഉത്തരം 31. ചോദ്യം 44. ന്യായാധിപന്മാരുടെ പുസ്തകം 18-ാം അധ്യായത്തിലെ തലക്കെട്ടുകൾ എന്തെല്ലാം? ഉത്തരം ദാൻ ലായിഷ് പിടിക്കുന്നു. നിങ്ങൾക്കായുള്ള ഇന്നത്തെ ചോദ്യം: ഗർഷോമിന്റെ പുത്രൻ ആര്? നിങ്ങളുടെ ഉത്തരം കമന്റായി രേഖപ്പെടുത്തുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുമല്ലോ. നന്ദി.